സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ മുഖ്യമന്ത്രി തർക്കം ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നിപ്പം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വി.ഡി. സതീശനാണ് ഇനി മുതൽ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരികയുണ്ടായി. സന്തോഷം തന്നെയുള്ളൂ. വി.ഡി. സതീശൻ തന്നെയാണ് അതിന് അർഹനായിട്ടുള്ള വ്യക്തി, അയാൾ തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ചർച്ചാ വിഷയങ്ങളായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും എൽ.ഡി.എഫ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിക്കാതെ 10ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല മെഴുകലുകൾ പല രീതിയിൽ പല സമയങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ട് കാവൽ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെയും അതേപോലെ തന്നെയുള്ള കൊങ്ങിക്കുട്ടന്മാരുടെയൊക്കെ ആരോപണം. എന്തിനാണ് അയാൾ ചെയ്യുന്നതെന്ന് അയാൾ തീരുമാനിച്ചു കാണും. കാരണം എല്ലാം എല്ലാവർക്കും വേണ്ടി നോക്കിയും കണ്ടും, അതായത് അളന്നും കുറിച്ചും കൊടുക്കാതെ അവർക്ക് വേണ്ടി എല്ലാം എല്ലാവരുടെയും കരങ്ങളിലേക്ക് എത്തുന്നത് പോലെ എല്ലാ ആളുകളിലേക്കും കൊടുത്തൊരു നേതാവ് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ന ആളുകൾക്ക് ഇത് മതി, ഇന്ന ആളുകൾക്ക് ഇത് മതി എന്ന് പറയുന്നൊരു വേർതിരിവൊന്നും വെച്ചിരുന്നില്ല. പണക്കാരനൊരു നിയമം, പാവപ്പെട്ടവൻ വേറൊരു നിയമം എന്നുള്ളത് ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ ആളുകളെയും ഒരേപോലെ കണ്ട് എല്ലാ ആളുകൾക്കും ഒരേപോലെ സഹായം എത്തിക്കുക, അവരെല്ലാവരും കയറി വരട്ടെ. ഈ അതിദാരിദ്ര്യ കേരളം എന്ന് പറഞ്ഞിരുന്ന, അല്ല അതിദാരിദ്ര്യമായിരുന്ന കേരളത്തിനെ ദാരിദ്ര്യമുക്തമല്ല അതിദാരിദ്ര്യമുക്തമാക്കാനായിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള, അല്ല അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ ആ താഴേക്കിടയിൽപ്പെട്ടവർ ഉയർന്നു വരണ്ട എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. ഒരിക്കലും അല്ല. എല്ലാവരും എല്ലാവരെയും പോലെ ഉയർന്നു വരണം. എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളും എല്ലാ ആളുകളുടെയും സമ്പദ് വ്യവസ്ഥയും എല്ലാം ഉയർന്നു വരണം. അതിനുവേണ്ടി എന്ത് താങ്ങു കൊടുക്കാൻ പറ്റും അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് ഒരു മുഖ്യമന്ത്രി ഇരുന്നത്. പല ആളുകളും പല രീതിയിൽ മെഴുകുന്ന വാർത്തകൾ ഞാൻ കണ്ടു, അല്ല പല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടു. അതിൽ ഞാൻ കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നായനാർ ചിരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോമാളി എന്നാണ്. പിണറായി ചിരിക്കാതിരുന്നപ്പോൾ അവർ പറഞ്ഞതോ ധാർഷ്ട്യക്കാരൻ എന്നാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം ചിരിയിലോ മൗനത്തിലോ ഒന്നും ആയിരുന്നില്ല. പ്രശ്നം ഇടതുപക്ഷം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നതായിരുന്നു. ഇവർ ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നതാണ്. സഖാവ് നായനാർ ജനക്കൂട്ടത്തിനിടയിൽ ലയിച്ച മനുഷ്യനായിരുന്നു. തമാശ പറഞ്ഞും കളിയാക്കി ചിരിപ്പിച്ചും രാഷ്ട്രീയത്തെ മനുഷ്യ സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന നേതാവ്. പക്ഷേ അന്നത്തെ മാധ്യമ ലോകം ആ സ്വഭാവത്തെ ലാളിത്യമായി കാണാതെ പരിഹാസമായി വിറ്റു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പിടിച്ച് വാർത്തയാക്കാൻ പിന്നാലെ നടന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ കോമാളി എന്ന് വിളിച്ചവരാണ് മരണത്തിന് ശേഷം ജനനായകൻ എന്ന് എഴുതിയത്. ഇന്ന് പിണറായി വിജയന്റെ കാര്യത്തിലും അതേ കഥയുടെ മറ്റൊരു പതിപ്പാണ് നടക്കുന്നത്. മുഖത്തധികം വികാര പ്രകടനമില്ലെങ്കിൽ അതിനെ അഹങ്കാരമാക്കി ചിത്രീകരിക്കുന്നു. ശബ്ദം ഉറപ്പുള്ളതായാൽ അതിനെ ക്രൂരതയാക്കുന്നു. നിലപാട് ദൃഢമായാൽ അതിനെ ധാർഷ്ട്യമെന്ന് മുദ്ര കുത്തുന്നു. കാരണം ഒന്നേയുള്ളൂ, രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവരെ വ്യക്തിപരമായി ആക്രമിക്കേണ്ടി വരുന്ന ദൗർബല്യം. കേരളത്തിൽ വികസനത്തിന്റെ പെരുമഴ പെയ്ത 10 വർഷക്കാലമാണ് കഴിഞ്ഞുപോയത്. 62 ലക്ഷം പേരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ചിരു നിറച്ച പെൻഷൻ തുക തുടങ്ങി 5 ലക്ഷം കുടുംബങ്ങൾക്ക് തലചായ്ച്ചുറങ്ങാൻ വീടുകൾ നൽകിയതുവരെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തൊരു ഇടതുപക്ഷത്തിന്റെ 10 വർഷം കുറിച്ചു വെച്ചോളൂ. തള്ളിപ്പറഞ്ഞവരെ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും പിണറായി വിജയൻ എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും അംഗീകരിക്കുന്ന കാലം അധികം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് പിണറായി വിജയനെ പറ്റി പലരും പറയുന്നത്, ഞാനിത് വായിച്ച് കേൾപ്പിച്ചതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല. പല ആളുകളും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, അല്ലാതെയൊക്കെ പറയുന്ന വീഡിയോകളിൽ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അവരൊക്കെ പറയുന്നത് വലിയ ധാർഷ്ട്യമുള്ള ഏകാധിപതി കളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ എന്നാണ്. എന്ത് ഏകാധിപതിയാണ്? ഒരാൾ ചിരിച്ചില്ല, നിങ്ങളെ ചിരിച്ചു കാണിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എന്താണ് തരുന്നതെന്നും നിങ്ങളെ ചിരിച്ചു കാണിക്കാത്ത ഒരാൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിലെ നന്ദികെട്ട മനുഷ്യവർഗത്തിനില്ലേ? നാൽക്കാലികൾക്കുള്ള നന്ദി പോലും ഇരുകാലികൾക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടും എല്ലാം നേടിയെടുക്കാനായിട്ട് അവരുടെ ഒപ്പം നിന്നിട്ടും അവരുടെ ഒപ്പം നിന്ന ആളുകളെ തകർത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒപ്പം നിന്ന ആളുകളെ കണ്ടില്ല എന്നടിച്ചിട്ട് പെണ്ണുപിടിയന്മാരെയും പീഡനവീരന്മാരെയും ചേർത്ത് പിടിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ എന്നു മുതലാണ് ഇത്രയും നന്ദികെട്ടവന്മാരായി മാറിയത്? കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അടക്കമുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവരെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നൊന്നുമല്ല. ഞാൻ അടക്കമുള്ള ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും വെറും നന്ദിയില്ലാത്തവന്മാരായി പോയല്ലോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. ഭരണമാറ്റം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു തവണയെങ്കിലും തോൽവി അല്ലെങ്കിൽ ജയം ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒരു കൂട്ടരെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടരെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ആശയം, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതെന്താണ്? ഈ നാട്ടിൽ എല്ലാം ചെയ്തു തന്നിരുന്ന, കഴിഞ്ഞ 10 വർഷക്കാലത്തോളം എല്ലാം ഈ നാട്ടിൽ വേണ്ട രീതിയിൽ നോക്കിയും കണ്ട് ചെയ്തു തന്നിരുന്ന ഒരു സർക്കാരിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് ഈ താങ്ങിക്കൊണ്ട് നിൽക്കുന്നത്? എന്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ സർക്കാർ ചെയ്തു തന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും മലമറിച്ച് നിങ്ങൾക്ക് തരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയെങ്കിൽ
നിങ്ങളിപ്പോൾ മാറ്റി പറയാനായിട്ട് അധികം സമയമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ മാറ്റി പല ആളുകളും ഇപ്പോൾ തന്നെ മാറ്റി പറയുന്നുണ്ടല്ലോ. മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ മാറ്റി പറയുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റിൽ വോട്ട് മാറ്റി കുത്തിയ പല ആളുകളും പറയുന്നുണ്ടല്ലോ പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പല വാർത്തകളും ഞാനിങ്ങനെ കാണാനിടയുണ്ടായി. അങ്ങനെ ഓരോ വാർത്തകൾ കാണുമ്പോഴും ഈ മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഞാൻ കാണാനിടയുണ്ടായത്, സംസ്ഥാനത്ത് ഭരണസ്തംഭനം, കാവൽ മുഖ്യമന്ത്രി പിണറായി ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്ന് മലയാള മനോരമ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. അതായത് മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യത്തിൽ മലപ്പുറത്ത് മിന്നലേറ്റ് കുട്ടികൾ മരിച്ചൊരു വിഷയം നമ്മൾ കണ്ടതാണ്. ആ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സഖാവ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷമാവരുത്, അല്ലെ പ്രതിപക്ഷ നേതാവാവരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്തകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം പ്രതിപക്ഷത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൈയിട്ട് വാരാനോ വാരി നക്കാനോ ഇവർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായി വരരുതെന്ന് ഇവരുടെ കുട്ടിക്കുങ്ങികളും വലിയ കുങ്ങികളും ഒക്കെ ആഗ്രഹിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവ് തന്നെ വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അദ്ദേഹം തന്നെ വരട്ടെ. അപ്പൊ ഞാൻ കണ്ടൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആണ്. അതായത് വൈറ്റ്സ്മാൻ TV ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചാനൽ അവർ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിണറായിയെ തോൽപ്പിച്ച് സ്വയം തോറ്റ മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങുന്നത്. ആ വീഡിയോയിൽ ആ ഒരു ആദ്യം വന്നിട്ട് സംസാരിക്കുന്ന ആള് എല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണെന്നും ഇപ്പൊ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം വിശകലനം ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. പൊതുജനങ്ങൾ പിണറായി വിജയനെ തോൽപ്പിച്ചു. പക്ഷേ പിണറായി വിജയനെ തോൽപ്പിച്ചതിലൂടെ സ്വയം തോറ്റുപോയ ഒരു മലയാളി സമൂഹമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ മാസം 4-ാം തീയതി വരെ എത്ര മനോഹരമായിട്ട് പോയിരുന്ന കേരളമാണിത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണസ്തംഭനം ഉണ്ടായിരുന്നോ? കറണ്ട് കട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോഴെന്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് സ്റ്റക്കാണ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ തെരുവിലിറങ്ങാനോ സമരം ചെയ്യാനോ ആയിട്ട് താല്പര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യത്തോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ അവർ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരും. ഏകദേശം 2 ആഴ്ച മാത്രമാണ് സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഈ 2 ആഴ്ച മാത്രം സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സമയത്തും ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നേ വരെ പാഠപുസ്തകങ്ങൾ മുടങ്ങിയിട്ടില്ല. പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കണ്ടില്ലേ? ഇതിൽ അദ്ദേഹം എടുത്തു ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു വെച്ച മണ്ടത്തരം, ആ ഭരണമാറ്റത്തിന്റെ പിന്നാലെ ആ ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ തന്നെ വരുത്തി വെച്ചൊരു കുഴി, അവർ കുഴിച്ചൊരു കുഴി, ആ കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോ പല കാര്യങ്ങളുമായിട്ട് പല പ്രസ്താവനകളുമായിട്ടൊക്കെ പല നേതാക്കന്മാരും വരുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവരുടെ ബുക്കുകളോ അവരുടെ പുസ്തകങ്ങളോ ഒന്നും ഇതുവരെയും അച്ചടിച്ചിറക്കാനായിട്ടോ അവരുടെ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അതായത് കഴിഞ്ഞ 10 വർഷവും നമ്മൾ കണ്ടിരുന്നത് എന്താണ്? കുട്ടികൾക്ക് എല്ലാവർക്കും പാഠപുസ്തകം, അവർ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും പാഠപുസ്തകങ്ങൾ അവർക്ക് കിട്ടും. സ്കൂൾ തുടങ്ങി പിന്നീട് ഈ പറയുന്ന ഒരമ്മ കടലിൽ പോയി മറ്റമ്മ ഇവിടെ പോയി എന്ന് പറയുന്ന പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുകയല്ല. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവരുടെ പുസ്തകങ്ങൾ എടുത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് വീണ്ടും പണ്ടത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അതായത് പണ്ട് ബുക്ക് കിട്ടുന്നതൊക്കെ എപ്പോഴാണ്? സ്കൂൾ തുറന്ന് എപ്പോഴെങ്കിലും ആണ്ടിലും സംക്രാന്തിയിലും ഒക്കെ എപ്പോഴെങ്കിലും ബുക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ബുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇനി പവർ കട്ടിന്റെ ബഹളമായിരിക്കും. ഇനി മഴത്തുള്ളി ഒരു ലൈനിൽ വീണ് കഴിഞ്ഞാൽ അപ്പം കറണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പൊ വികസനം വേണം, അത്രയും വികസനം. അതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ആവശ്യം. വികസനം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടി തന്നെ, അതായത് പിണറായി വിജയൻ സഖാവ് തന്നെ ഉണ്ടായിരിക്കുന്ന അവരുടെ സർക്കാർ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വികസനമല്ല വേണ്ടത്. ഇവിടെ ഈ പറയുന്ന പെണ്ണുപിടിയന്മാരെയും പീഡനവീരന്മാരെയും വൃത്തികെട്ടവന്മാരെയൊക്കെ പുകഴ്ത്തണം, അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം. അതിനു വേണ്ടിയിട്ടൊരു വൃത്തികെട്ട കളി, അത് പണം മേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് കളികളും കളിച്ചോട്ടെ, എന്നാലും ഒരു മനുഷ്യത്വമില്ലാത്ത പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് വയനാട്ടിലെ ജനങ്ങളടക്കമുള്ള ആളുകളെ ഞാൻ പറഞ്ഞു നന്ദികെട്ട വർഗ്ഗമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാം വാങ്ങി തിന്നിട്ട്, അങ്ങനെ തന്നെ പറയണം, എല്ലാം വാങ്ങി തിന്നിട്ട് നിനക്ക് നാണമില്ലേ മനുഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്? ഇത് വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്. ഒരു ലേശമെങ്കിലും ഉളുപ്പ്.
എല്ലാം ചെയ്തു തന്നിരുന്ന നല്ലൊരു ആളുകളെ, നല്ലൊരു മനുഷ്യ സ്നേഹികളെ പറഞ്ഞു വിട്ടിട്ട് അവരെ വഴിയടച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ വീണ്ടും പുറത്തിറക്കി പിണ്ടം വെക്കുക എന്ന് പറയുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ചാണകവെള്ളം തളിക്കുന്ന ഒരു പരിപാടി, ഈ പരിപാടി ഈ ചെയ്ത ആളുകൾ തന്നെ മാറ്റി പറയുന്ന ഒരു ദിവസം അധികം വിദൂരമല്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ചാനലിൻ്റെ ഉടമയെ നമുക്കറിയാം. ഏറ്റവും കൂടുതലും പിണറായി വിജയനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതലും പിണറായി വിജയനെതിരെ മോശം പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ പറയുന്ന ഷാജൻ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ ഉടമ. എന്നാൽ അയാൾ തന്നെ മാറ്റി പറയുന്ന അവസരമുണ്ടായി. എന്താണ് അയാൾ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ സഖാവെ നിങ്ങളായിരുന്നു ശരി, എന്നോട് മാപ്പ്, അല്ലെ ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് ഈ പറയുന്ന മറുനാടൻ മലയാളി പറഞ്ഞു. മറുനാടൻ മലയാളി മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങളും ഇന്നിപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തെറ്റ് പറ്റിപ്പോയി, തിരുത്താനാകാത്ത തെറ്റ്. ഇനി 5 വർഷം ആ തെറ്റ് സഹിച്ചേ പറ്റുള്ളൂ, അല്ല ആ തെറ്റിന് എല്ലാവരും അടിമയെ പോലെ ജീവിച്ചേ പറ്റുള്ളൂ. എന്തായാലും നല്ലത് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അനിഷ്ടങ്ങൾ ഉണ്ടാവാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ. പക്ഷേ ഈ ചെയ്തത് ഏറ്റവും നെറികെട്ട പ്രവൃത്തിയായി പോയി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.